ഈ കുഞ്ഞിന്റെ മുത്തശ്ശിയും കാത്തു നിൽക്കുന്നുണ്ട്. അവരുടെ മുന്നിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഈ അമ്മ ഈ ബസ്സിന്റെ വരവ് കാണുമ്പോൾ തന്നെ ഒന്ന് ആദ്യം പേടിക്കുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത്. അതായത് 10 താഴെ യാത്രക്കാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റ് ബസ്സുകളൊന്നും തന്നെ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അത് ആ ദിവസത്തെ അവസാനത്തെ സർവീസ് ആയിരുന്നു. അമിത വേഗതയിലാണ് വന്നത്. തുടർന്നൊരു വൈദ്യുതി പോസ്റ്റ് ഇടിക്കുന്നു, കുഞ്ഞിനെ ഇടിക്കുന്നു, അവിടുന്ന് ഇടിച്ച് തെറിപ്പിക്കുന്നു. ആ മേഖലയിൽ മൊത്തം അപ്പോൾ തന്നെ വൈദ്യുതി വിച്ഛേദിക്കുകയും ചെയ്യുന്നുണ്ട്. പേടിച്ചലറിക്കൊണ്ട് അമ്മ പോകുമ്പോൾ കാണുന്നത് ഈ കുഞ്ഞ് മരിച്ച നിലയിൽ ഈ കുഞ്ഞിനെ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഈ ബസ്സിന്റെ ഡ്രൈവറായ സിംസൺ എന്ന് പറയുന്ന ആൾ ഈ കുഞ്ഞ് മരിച്ചു എന്ന് കണ്ടത് തൊട്ടു പിന്നാലെ ബസ്സിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് മുങ്ങുകയാണ് ചെയ്തത്. അതായത് ഈ കുഞ്ഞ് റോഡരികിലൂടെയാണ് വന്നത്. ഈ ബസ് വരുമ്പോൾ ആ കുഞ്ഞ് പരമാവധി മാറി നിൽക്കാനും രക്ഷപ്പെടാനും വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ കുഞ്ഞിന്റെ ദേഹത്തേക്കാണ് അന്വേഷിക്കാൻ DCP വിനോദിന് ചുമതല കൊടുത്തിരുന്നു. ഇപ്പോൾ കമ്മീഷണർ കാർത്തിക്കാണ് മാത്രമേ സമയം ഇപ്പോൾ 10 മണിക്ക്. ഹായ്, ഞാൻ ബിജു ബ്ലോഗർ പറഞ്ഞ കണ്ടില്ലേ, ന്യൂസ് കണ്ടില്ലേ? 4 വയസ്സായ ഒരു കുഞ്ഞിനെ സ്വകാര്യ ബസ് ഇടിച്ചു തെറിപ്പിച്ചു. ബസ് ഡ്രൈവർ കണ്ടക്ടർ ഒളിവിൽ എന്ന് പോലീസിൻ്റെ നിഗമനം. പാവപ്പെട്ട രക്ഷകർത്താക്കൾക്ക് കുഞ്ഞിനെ നഷ്ടമായി. കേരള പോലീസിൻ്റെ അവഗണന പൊതുജനങ്ങളോട്, പ്രതികളോട് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് പ്രതികളുടെ ഒടുവിലെന്ന് വരുത്തി തീർക്കുകയാണ് കേരള പോലീസ് മിക്ക സാറന്മാരും. ഇത് ആർക്കാണ് നഷ്ടം? രക്ഷകർത്താക്കൾക്ക്. കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി തിരക്കാൻ പോകുമ്പോൾ പ്രതി ഒളിവിലാണ് എന്ന് മറുപടിയും, പ്രതികളുടെ നിന്ന് കൈക്കൂലി മേടിച്ചുകൊണ്ട് പോലീസുകാർ അവർക്കൊപ്പം നിന്നുകൊണ്ട് കെട്ടിച്ചമയ്ക്കുന്ന ഓരോ ആരോപണങ്ങൾ. എന്തു ചെയ്യാം? നമ്മുടെ നാട് എങ്ങനെ നന്നാവും? യവനെപ്പോലുള്ള പോലീസുകാരന്മാർ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ നികുതിപ്പണം വാങ്ങിച്ചാണ് തിന്ന് തൂർത്തടിച്ച് നടക്കുന്നത്. നല്ല നല്ല പോലീസുകാരുണ്ട്, അവരുടെ പേര് യവന്മാരായിട്ട് കളഞ്ഞു മുടിക്കും. അതിന് യാതൊരു മാറ്റമില്ല. അവരുടെ കയ്യിൽ ക്യാഷ് പോവുകയാണെങ്കിൽ അവർ റാഞ്ചി പരുത്തുന്നൊരു ഒരു ഇതുണ്ടല്ലോ, ഇന്നലെ പ്രതികളെ പിടിച്ച അതേപോലെ റാഞ്ചി എടുക്കും. ഇവന്മാരൊന്നും ഒന്നിനും